ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ നിഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇനിയിപ്പൊ എന്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ, അവരെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെ മനസ്സിലാക്കും? താൻ തന്നെ എല്ലാം മനസ്സിലാക്കണം. അങ്ങനെ കൈയൊഴിയ മഹേഷ് ആയിട്ടെ, ഇതിന്റെ ഉത്തരവാദിയെ മഹേഷാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ മഹേഷിന് ഉത്തരം പറയാനുള്ള കാര്യമൊക്കെ ഉണ്ട്. മഹേഷ് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ എന്ത് മറുപടി പറയാനാ? ഇങ്ങനത്തെ ഒരു ഗർഭം ഇല്ലാത്ത ഗർഭത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാനാടോ? ഇല്ലാത്ത ഗർഭമാണെന്ന് നമുക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അവർക്ക് നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യമൊന്നും അറിയില്ലല്ലോ. പറയണ്ടെങ്കിലേ എല്ലാം പറയേണ്ടി വരും. എന്താ, ഞാൻ അതൊക്കെ പറയണോ? എടോ ചതിക്കല്ലേടോ, അതൊക്കെ പറഞ്ഞിങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അങ്ങനെയെങ്കിലേ മഹേഷ് എന്റെ കൂടെ നിന്നേ പറ്റൂ ഈ കാര്യത്തിന്. ശരി ശരി, ഞാൻ കൂടെ തന്നെ നിക്കാം. മോളെ ഇഷിതേ എന്ന് വേണ്ട പ്രിയാമണി വരുവാണ്. അമ്മ വന്നു. അമ്മേ, അയ്യോ മോൾ എഴുന്നേക്കല്ലേ, ഇരിക്കി. ദേ മോൾക്ക് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാ കൊണ്ടുവന്നേ നോക്കിക്കേ. സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ എരിവും പുളിയൊക്കെ ഇഷ്ടമെങ്കിൽ അതുണ്ട്. ദേ മോളുടെ അച്ഛനെ മാർക്കറ്റിൽ പോയിട്ട് പ്രത്യേകം കൊണ്ടുവന്ന മാങ്ങ, നല്ല പച്ചമാങ്ങ. ഞാനിത് മുറിച്ച് തല ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മോളിതൊന്ന് കഴിച്ച്. അയ്യോ അമ്മേ, എനിക്കിതൊന്നും കഴിക്കാൻ താല്പര്യമില്ല. മോൾക്ക് മസാല ദോശയൊക്കെയാണ് താല്പര്യം. കുഴപ്പമില്ല. മാഷി, ഒരു മസാല ദോശ മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? ഞാൻ മേടിച്ചോണ്ട് വരാലോ അമ്മേ. എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മേ. പിന്നെ എന്റെ മോൾക്ക് എന്താ വേണ്ടത്? ഞാനും കേട്ടു മഹേഷ്, ഞാൻ ഇഷിതേനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തെ എനിക്ക് നല്ല പാൽപ്പായസം കുടിക്കാനായിരുന്നു ആഗ്രഹം. മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ അമ്മ ഒന്ന് വെറുതെ ഇരിക്കും, എനിക്ക് അമ്മയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. സുചിത്ര വരുന്നുണ്ട്. ചേച്ചി കൺഗ്രാചുലേഷൻ. മഹേഷ് ഏട്ടാ കൺഗ്രാചുലേഷൻ. ആയിക്കോട്ടെ സുചിത്ര എന്ന് നമ്മുടെ മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്. സുചി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ നിന്നോട് മാത്രം പറയാനുള്ളതാ. ഇളയമ്മ ഒന്ന് പുറത്തു നിൽക്കാവോ? ഞാൻ ചേച്ചിട്ട് എന്താന്ന് ചോദിക്കട്ടെ. ശരി. എന്താ ചേച്ചി? എടി ഞാൻ പ്രഗ്നന്റ് അല്ലടി. അപ്പൊ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് പോയതാണല്ലോ പ്രഗ്നന്റ് ആണ്. എടി ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത്, പ്രഗ്നന്റ് ആവാനാണ് ചാൻസ് എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. ഇതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും വീട്ടുകാർക്ക്? നോക്ക്, മഹേഷ് ഏട്ടന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ദേ ഇളയച്ചനും ഇളയമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. അശ്വതേച്ചിയുടെ വീട്ടിലും മനസ്സിന് അമ്മയടുത്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഇത് വല്ലാത്തൊരു കുരുക്കിലാണല്ലോ ചേച്ചി പെട്ടിരിക്കണത്. ഇനിയിപ്പോ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കടി. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ? നിങ്ങൾ പറഞ്ഞാലേ വിശ്വസിക്കില്ല. കാരണം ഡോക്ടർ ആണല്ലോ വന്ന് പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് ഇത് ആരും വിശ്വസിക്കാൻ പോണില്ല. ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കണത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആള് വരുമെന്നാ പറഞ്ഞത്. വരട്ടെ ചേച്ചി, അപ്പൊ അറിയോല സത്യങ്ങളൊക്കെ. എനി ചേച്ചി ശരിക്കും ഗർഭിണിയാണോ? എല്ലടി, അതെന്താ ചേച്ചിക്ക് ഇത്ര ഉറപ്പ്? എടി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയൊന്നും ഇല്ലെന്ന്. എടി ഞങ്ങൾ തമ്മിൽ അത് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ല. നിനക്ക് മനസ്സിലായില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയണത്? ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ലെന്നോ? ഈ 3 മാസം കഴിഞ്ഞിട്ടോ? ചേച്ചി അതെ കളിപ്പിക്കല്ലേ. എടി സത്യമാടി പറഞ്ഞത്. ഇതൊക്കെ ഞാൻ എന്നോട് പറയാൻ നിന്നേ മടി കൊണ്ടാ പറയാതിരുന്നത്. അതാ. പക്ഷെ നിനക്ക് ഇപ്പഴെങ്ങനെ എനിക്ക് സത്യം പറയണോന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നീ ഇതാർത്തും പറയല്ലേ സുചി. ഞാനാർത്തും പറയാൻ പോണില്ല. എന്നാൽ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നിങ്ങളൊരു കുഞ്ഞ് താലോലിക്കാൻ വേണ്ടി 2 അമ്മമാരും അച്ഛന്മാരും കാത്തിരിക്കുകയാണ്. ഇനി അവരോട് എന്ത് സമാധാനം പറയാൻ പോണത്? എടി നീ എന്തെങ്കിലുമൊക്കെ പറയടി. ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ ഡോക്ടർ വരുന്നുണ്ട്. ഇഷിതയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എല്ലാരും ക്ഷമിക്കണം, എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലെ. ഇഷിത ഗർഭിണി ആയതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇഷിത ബ്ലഡ് പരിശോധിച്ചായിരുന്നു. ബ്ലഡിൽ പരിശോധിച്ചപ്പോഴേക്കും ഇഷിത പ്രഗ്നന്റ് അല്ല എന്നാണ് കൺഫേം ആയിരിക്കണത്. ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത്? ഡോക്ടർ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇഷിത പ്രഗ്നന്റ് ആണെന്ന്? പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, ആവാനാണ് ചാൻസ് എന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങൾ ഡോക്ടർ ആക്കിയത് തന്നെയാണോ, അതോ നിങ്ങൾ വേറെ വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഡോക്ടർ ആയതാണോ? നിങ്ങൾ അനാവശ്യം പറയരുത് എന്ന് പറയാണ് ഡോക്ടർ. ആ സമയത്ത് ഡോക്ടർ ഇവിടെ തന്നെ പറയേണ്ടത് പറഞ്ഞു. ഡോക്ടർ ഇഷിത നെഗറ്റീവ് ആണ് കേട്ടോ, കുഴപ്പമില്ല, ഒന്നുകൂടി ട്രൈ ചെയ്യുക. മിക്കവാറും ഇഷിതക്ക് പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രഗ്നൻസിയുടെ ആ ട്രീറ്റ്മെന്റ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇഷിതടുത്ത് സ്കോപ്പ് ഉണ്ടെന്ന്. അതുകൊണ്ട് സ്കോപ്പ് കൈവിടണ്ട, തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആവും, ഉടനെ തന്നെ പ്രഗ്നന്റ് ആവും എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോകുക കേട്ടോ. ഡോക്ടർ പോയിക്കുമ്പോഴേക്കും സ്വപ്നയുടെ തനി സ്വരൂപം അങ്ങോട്ട് പുറത്താവാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കളിപ്പിക്കുമായിരുന്നല്ലേ, 2 വീട്ടുകാരെ നിങ്ങൾ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് മഹേഷ് പറയണ്ട്. അതിന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു, അമ്മ അത് വിശ്വസിച്ച് നാട്ടുകാരത്തെ എല്ലാ സ്വീറ്റ്സും നൽകി വിതരണവും ചെയ്ത് പറയേണ്ടവർക്കൊക്കെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് മാഷ് പറയണ്ട്, ഞങ്ങളും വിളിച്ചു പറഞ്ഞെന്ന് പറയാണ്. എന്തൊരു ചതിയായി പിള്ളേര് കാണിച്ചത്. നോക്ക് ഇഷിത, ഇത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. അത്രമാത്രം വേദനിപ്പിച്ചു നീ എന്നെ, അത്രമാത്രം കൊതിപ്പിച്ചു നീ എന്നെ. അമ്മേ മനഃപൂർവ്വം അല്ല അമ്മേ, വേണ്ട, ഒന്നും പറയണ്ട. അല്ലെങ്കിലും നിനക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ലടി, അതിനൊരു കഴിവൊക്കെ വേണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതയുടെ മുഖം ആകെ മാറുവാട്ടോ. ഇഷിതയുടെ കണ്ണ് നിറയാണ്. മഹേഷ് പറയണ്ട, അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഗർഭിണി ആവാനും ഒരു ഭാഗ്യമൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം വലിയ അകത്ത് കയറി പോവാണ്.
അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണിക്ക് ആകെ വിഷമമാണ്. പ്രിയാമണി മാഷിനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് ഫ്ലാറ്റിലേക്ക് ഓടിപ്പോകാട്ടോ. ശേഷം ഇഷിതെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. മഹേഷ് വരുന്നുണ്ടോ. താൻ വിഷമിക്കല്ലേടോ, അമ്മക്ക് അത്ര വിഷമം ഇതുകൊണ്ടാ, താൻ പ്രഗ്നന്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെ ഒരുപാട് സന്തോഷിച്ചതല്ലേ. അപ്പൊ അതെല്ലാം പറഞ്ഞപ്പോ അവർക്ക് ആകെ ഒരു വിഷമമായി. അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അവർ പറഞ്ഞതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹേഷ്, വലിയൊരു കൊടുങ്കാറ്റും പേയ്മാരിയൊക്കെ വന്നു പോയ ഒരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. 2 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലെ വിഷമം പോയിക്കോളൂ. പക്ഷെ അവരെല്ലായിടത്തും വിളിച്ചു പറഞ്ഞു, ഇനിയിപ്പോ നാളെ മുതൽ എല്ലാവരും എന്നെ കാണുമ്പോൾ ഓരോരോ ചോദ്യങ്ങളായിരിക്കും. സാരില്ല, എന്തോരം പരിഹാസം കേട്ടതാ ഞാന്. അതിന്റെ കൂടെ ഈ പരിഹാസവും കൂടി. എടോ, തനിക്ക് വല്ലാത്ത വിഷമമായോ? ഞാനില്ലയോടോ തന്റെ കൂടെ. സാരില്ല മഹേഷ്, ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഇഷിതനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാട്ടോ നമ്മുടെ സ്വപ്നവലി. അവള് വന്നിരിക്കുക, ഗർഭിണിയാന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയത് അവള്. അങ്ങനെ പറ്റിക്കാൻ വിടുവോ ഞാൻ? അങ്ങനെയൊക്കെ വേണ്ടി ഭയങ്കര കുറ്റപ്പെടുത്തലാട്ടോ. ആ സമയത്ത് കൈലാസ് വരുന്നുണ്ട് നമ്മുടെ ഇഷിതയുടെ റൂമിലേക്ക്. ഇഷിതേ, പെങ്ങളെ. എന്താ കൈലാസേട്ടാ? അതെ, പെങ്ങളെ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു കേട്ടോ. അതിനെന്തിനെ കൈലാസേട്ടാ പേടിക്കണത്? അല്ല, പെങ്ങള് ഗർഭിണിയാന്ന് പറയുമ്പോ ഒരു പേടി ഉണ്ടാവുമല്ലോ. പ്രസവം കഴിഞ്ഞ ഒരു ആങ്ങളമാർക്ക് ഒരു പേടി, ടെൻഷൻ. അത് അങ്ങനെ എന്ന് പറയാണ് ഇഷിത. അല്ല, കൈലാസിന്റെ വേറെ പണിയൊന്നും ഇല്ലേ? അല്ല, മഞ്ജു ചേച്ചി അന്വേഷിക്കുന്നുണ്ടല്ലോ. അവൾ എന്താ അന്വേഷിക്കണ? ഇഷിതെ, എന്തായാലും ഇഷിത മുഖത്തൊക്കെ ചെറിയൊരു വിളർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു ഭംഗി കൂടിയ പോലെ എനിക്ക് തോന്നി. കൈലാസേട്ടാ പ്ലീസ്, എനിക്ക് റെസ്റ്റ് ചെയ്യണം. കൈലാസേട്ടാ ഒന്ന് അപ്പുറത്തേക്ക് പോവാവോ? എനിക്കൊന്ന് കിടക്കണം. ഇഷിത കിടന്നോളൂ, ഞാനിവിടെ നിന്നോളാം. പ്ലീസ് കൈലാസേട്ടാ അപ്പുറത്തൊന്ന് പോ. മഹേഷിനൊന്ന് വിളിക്കാവോ? ഞാൻ വിളിച്ചോളാം എന്ന് പണ്ട് കൈലാസ് അപ്പുറത്തേക്ക് പോവാണ്. ഇഷിതനെ നോക്കി പോവാട്ടോ. എന്തായാലും അവള് പ്രഗ്നന്റ് അല്ല. എന്റെ പ്രണയം തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവള് പ്രഗ്നന്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞിലച്ഛൻ ഞാനാണെന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആയത്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇഷിതേ, നിനക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അതെന്റെ അടുത്ത് തന്നെയായിരിക്കും. കാരണം മഹേഷ് നീ എഗ്രിമെന്റിലാണല്ലോ. ആ സത്യം എന്തായാലും ഞാൻ അറിഞ്ഞു. എന്തായാലും മഹേഷിന്റെ കുഞ്ഞെ നീ ക്യാരി ചെയ്യാൻ പോണൊന്നുമില്ല. അപ്പൊ എന്തായാലും എന്റെ കുഞ്ഞിരിക്കട്ടെ നിന്റെ അടുത്ത്. എന്തായാലും മഞ്ജുമക്ക് അതിന്റെ ഭാഗ്യമൊന്നുമില്ല. നിനക്കായിരിക്കും ചിലപ്പോ ഭാഗ്യം എന്റെ കുഞ്ഞിനെ ഉതിർത്തി ചുമക്കാനുള്ള ഭാഗ്യം. ഇഷിതേ, നിന്നെ ഞാൻ കൊതിച്ചു പോയിടി, നിന്നെ എനിക്ക് വേണോടി എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടുന്ന് പോവാട്ടോ. ഇഷിത രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. ആ സമയത്ത് ചിപ്പി ചോദിക്കണ്ട്, അമ്മയുടെ വീട്ടിൽ കുഞ്ഞുവാവ ഉണ്ടെന്നൊക്കെയാണല്ലോ അച്ഛമ്മയും അച്ചാച്ചയും പറഞ്ഞത്. പിന്നെന്താ പെട്ടെന്ന് അത് ഇല്ലാന്ന് പറഞ്ഞത്? മോളെ, അതൊരു സ്വപ്നമാണ്. നിന്റെ അച്ഛമ്മയും അച്ചാച്ചനുമേ അപ്പനും അമ്മമ്മയൊക്കെ കണ്ട ഒരു സ്വപ്നം മാത്രം. ആ സ്വപ്നം രാവിലെ ആയപ്പോഴേക്കും എഴുന്നേറ്റപ്പോ ആ സ്വപ്നം പോയി, അത്രമാത്രം. യാഥാർത്ഥ്യത്തിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. അപ്പോ അമ്മക്ക് കുഞ്ഞുവാവില്ലേ എന്ന് പറയുമ്പോ ഷിപ്പിയുടെ വായന്നും ആ ഒരു വർത്താനം കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് ആകെ വിഷമമാട്ടോ. ശേഷം ഇഷിത പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം. മഹേഷ്, കുഞ്ഞിനെ ബസ് വരുമ്പോഴേക്കും കൊണ്ടേ ആക്കണം കേട്ടോ. ഞാൻ ആക്കിക്കോളാടോ. താൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നുമില്ല മഹേഷ് എന്ന് പറയാണ്. ശേഷം ഇഷിത ഫ്ലാറ്റിന്റെ പുറത്തിറങ്ങുമ്പോ തൊട്ട് ഇഷിതയുടെ കണ്ണൊക്കെ ആകെ നിറയാട്ടോ. ആകെ ഒരു വിഷമമാണ് ഇഷിതക്ക്. എന്തായാലും നാളത്തെ എപ്പിസോഡ് ഫുള്ളും ഇഷിതനെ കുറ്റപ്പെടുത്തുന്ന എപ്പിസോഡായിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ.